സത്യമാണെങ്കിലും അല്ലെങ്കിലും നമ്മക്കതൊന്നും അറിയണ്ട ലാലിച്ച. അതങ്ങ് മനസ്സിൽ നിന്ന് കള. അന്ന് അപ്പച്ചനും കൊല്ലപ്പള്ളിക്കാരും തമ്മിൽ ഒരു രഹസ്യധാരണ ഉണ്ടായിരുന്നില്ലേ? രഹസ്യധാരണയോ? എന്നേത്തിന്റെ രഹസ്യധാരണ? ഞാൻ വൈജയന്തിയെ കല്യാണം കഴിക്കുന്നത് അപ്പച്ചന് എതിർപ്പായിരുന്നു. വൈജയന്തിയുടെ വീട്ടുകാർക്ക് എതിർപ്പായിരുന്നു. നിങ്ങൾ രണ്ടു കൂട്ടരും കൂടി ഒത്തുകൂടി ധാരണ ഉണ്ടാക്കിയിട്ടല്ലേ വൈജയന്തി ആഗ്രയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയത്? വൈജയന്തിയുടെ അച്ഛൻ പുനലൂർ വന്നപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ട്, വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയാണോ സ്റ്റാൻലി അയാളുടെ മകളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതെന്ന്. ഞാൻ സമ്മതിച്ചിട്ടില്ല, സമ്മതിക്കേയില്ലെന്ന് അയാളോട് പറഞ്ഞു. അതിലിപ്പോ എന്താ തെറ്റ്? അതെന്റെ നിലപാടാ. ഞാൻ ലീവിന് നാട്ടിൽ വന്നിട്ടുണ്ടെന്നും വൈജയന്തി ആഗ്രയിലെ വാടക വീട്ടിൽ തനിച്ചാണെന്നും വൈജയന്തിയുടെ വീട്ടുകാരെ അറിയിച്ചത് അപ്പച്ചനല്ലേ? അവരെന്നോട് ഫോൺ വിളിച്ച് ചോദിച്ചു, സ്റ്റാൻലി നാട്ടിൽ വന്നിട്ടുണ്ടോ, എന്നാ തിരിച്ചു പോകുന്നെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ചിന്നമ്മയ്ക്ക് അസുഖം കൂടുതല, 2 ആഴ്ച കഴിഞ്ഞിട്ടേ തിരിച്ചു പോകത്തുള്ളെന്ന്. അതാണോ രഹസ്യധാരണ? അന്ന് വൈജയന്തിയുടെ ആൾക്കാർ അത് വെറുതെ ചോദിച്ചതല്ല. കിട്ടിയ വിവരങ്ങൾ വെച്ച് ശരിക്ക് കണക്കൂട്ടി പ്ലാൻ ചെയ്തിട്ടാ അന്നവർ വൈജയന്തി ആഗ്രയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയത്. ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ അതിലൊന്നും പങ്കാളിയല്ല എന്ന് മാത്രമല്ല, ആ സമയത്തല്ലേ നീ ബൈക്ക് അപകടത്തിൽപ്പെട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ആശുപത്രിയിൽ കിടന്നത്. വെന്റിലേറ്ററിലും ICUയിലും ഒക്കെ ആയി 3-4 മാസം. ആ ആക്സിഡന്റ് വൈജയന്തിയുടെ വീട്ടുകാർ പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണെന്ന് ആദ്യം ആർക്കും മനസ്സിലായില്ലല്ലോ. എന്റെ കൂടെ ബൈക്കിലുണ്ടായിരുന്ന ജോർജ് മരണപ്പെട്ടു. ഞാനാണെങ്കിൽ കോമയിലും. ആ കേസ് തേഞ്ഞുമാഞ്ഞു പോയത് അപ്പച്ചൻ കേസിൽ വേണ്ടത്ര താല്പര്യം കാണിക്കാഞ്ഞിട്ടല്ലായിരുന്നോ? ലാലിച്ച, ഒന്നാമത് തെളിവൊന്നും ഇല്ലാത്ത കേസ്, സാക്ഷികളാരും ഇല്ലാത്ത കേസ്, ഇടിച്ച വണ്ടി പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത കേസ്. അതിന്റെ പുറകെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഞങ്ങൾക്കേ നിന്റെ ജീവനാ വലുത്. അത് രക്ഷപ്പെടുത്താനാ ഞങ്ങൾ നോക്കിയത്. ഇപ്പോ ഞാനതെല്ലാം റിവൈൻഡ് ചെയ്ത് കണക്ട് ചെയ്ത് നോക്കുമായിരുന്നു. അന്ന് ഉത്തരം കിട്ടാതെ പോയ പല കണക്കുകൾക്കും ഇപ്പൊ ഉത്തരം കിട്ടുന്നുണ്ട്. ലാലിച്ച മോനെ, നീ അതൊക്കെ അങ്ങ് വിട്. നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാ മതി, വേറൊന്നും നോക്കണ്ട. എന്നാലും എനിക്കൊരു മകൾ പണ്ട് ജനിച്ചിട്ടുണ്ടെന്നും അവൾ ജീവിച്ചിരിപ്പുണ്ടെന്നും അറിയുമ്പോ മനസ്സിലൊരു വിഷമം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ അവളൊരു വലിയ പെണ്ണാ, വളർന്ന് വലുതായി കല്യാണപ്രായമായി നിൽക്കുക. അതൊക്കെ വലിയ ബാധ്യതയാ. അടക്കയാണെങ്കിൽ മടിയിൽ വെക്കാം, ഇത് വലിയ കവുങ്ങ, എവിടെ കൊണ്ട് വെക്കും? ലാലിച്ച, അത് വിട്ടുകള നീ. ഇങ്ങോട്ട് കൊണ്ടുപാടി വെച്ചേ. ചായ കുടിച്ച് തീർത്തിട്ട് വായിച്ചാ മതി, ഇല്ലെങ്കിലേ ചായ അവിടെ നിന്ന് തണുത്തു പോവും. ഓ, അച്ഛൻ പറഞ്ഞ കക്ഷിയുടെ കോളൊന്നും വന്നില്ല ഇതുവരെ. എന്നാ ഇനി അത് വെയിറ്റ് ചെയ്യണ്ട അച്ഛാ, വിട്ടേക്കുന്നല്ലേ നല്ലത്. നമ്മളങ്ങനെ പ്രതീക്ഷ കൈവിടരുത്. എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു, സത്യം പറയാലോ. ആ, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. ഈ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ ഒരു 50 കിലോ വെയിറ്റ് എടുത്ത് പൊക്കി പിടിച്ചോണ്ട് നിൽക്കുന്ന ഒരു സംഗതിയൊന്നും അല്ലല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ അച്ഛാ. പറ. ഞാൻ കഴക്കൂട്ടത്തെ കോൺവെന്റിലോട്ട് പോട്ടെ. അവിടുത്തെ സിസ്റ്റേഴ്സിന് ആയിട്ടൊരാളെ ആവശ്യമുണ്ട്. അവിടെ നിനക്ക് എന്നാ ശമ്പളം കിട്ടും? ശമ്പളം വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കണ്ട. അവിടെ ആരൊക്കെ ഏറിയാനാ? സ്നേഹനികേതനം നടത്തിയിരുന്ന ബിൽഡിംഗ് കോൺവെന്റിന്റെ ആയിരുന്നല്ലോ. അവിടെ ഇപ്പൊ അവരൊരു KG സ്കൂള് നടത്തുക. LKGയും UKGയും കുറെ കുട്ടികളുണ്ടെന്നാ പറഞ്ഞേ. അവരെ നോക്കാൻ ഒരു ആയ വേണം. നീ അവരെ ഫോണിൽ വിളിച്ചായിരുന്നു?
ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടല്ലോ. എന്നതായാലും ഞാൻ പറഞ്ഞ സംഗതി രണ്ടിലും ഒന്ന് അറിയട്ടെ, എന്നിട്ട് കഴക്കൂട്ടത്ത് പോകുന്ന കാര്യം ആലോചിക്കാം. അതുവരെ നീ ഒന്ന് ക്ഷമിക്കും. ദിവസങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അച്ഛാ. നിനക്ക് ഇവിടുന്ന് പോകാൻ എന്താ ഇത്ര തിടുക്കം? അത്രയ്ക്കും അടുത്തോ ഈ വീടും വീട്ടിലുള്ളവരൊക്കെ? ഞാനിങ്ങനെ നാളെ നാളെ എന്ന് പറഞ്ഞു നിന്നാ മതിയോ? വാക്കിനൊരു വില വേണ്ടേ? നീ പോയിട്ട് ഇവിടെ എന്നാ ഉണ്ടാക്കാനാ? മാഡം തിരിച്ചു വരുമല്ലോ. അയ്യോ മാഡം തിരിച്ചു വന്നിട്ട് ഇവിടെ അങ്ങ് ഒലത്തും. അച്ഛൻ എന്തിനാ ദേഷ്യപ്പെടുന്നേ? പിന്നെ നിന്നെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ മാഡം ഇവിടെ തിരിച്ചു വന്നിട്ട് പാലും തേനും ഒക്കെ അങ്ങ് ഒഴുക്കാൻ പോവാന്ന്. ഒരു പുല്ല് സംഭവിക്കാൻ പോകുന്നില്ല. മാഡം ഇവിടെ വന്നാ മൂക്കോണ്ട് ഇഞ്ഞ വരയ്ക്കും, അത്ര തന്നെ. ഞാനൊന്നും പറഞ്ഞില്ല, പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തു. ആ അതാണ് നല്ലത്. ഇവനൊരു കുട്ടപ്പനായല്ലോ ആന്റപ്പേട്ടാ. ആരുടെ കാര്യം ഓലോസേ? നമ്മടെ വണ്ടിയെ കൊറേ നാളായിട്ട് അനങ്ങാപ്പാറ പോലെ കിടക്കല്ലായിരുന്നോ? ഇവനെ വല്ലപ്പോഴല്ലെന്ന് അനക്കുന്നുള്ളൂ. അതും ദൂരയാത്ര വല്ലതും ഉണ്ടെങ്കിൽ. ഇത് എങ്ങോട്ടാണാവോ? വല്ലതും പറഞ്ഞ ആന്റപ്പേട്ടാ? എങ്ങോട്ടാ, എങ്ങനെയാന്ന് വല്ലതും? ഒന്നും പറഞ്ഞില്ല. അങ്ങോട്ട് പോയി ചോദിക്കുന്നത് അത്ര സൂയിക്കത്തില്ലെന്ന് അറിയാലോ. ഞാനിട്ട് ചോദിച്ചതുമില്ല. വെറുതെ എന്തിനാ ഞാൻ വാലിരിക്കുന്നതായിരുന്നു വാങ്ങുന്നേ. അതെന്തായാലും നന്നായി. എന്നാലും എങ്ങോട്ടാണാവോ? ആ, എന്താ? എന്നാലും എങ്ങോട്ടാണാവോ? ഒരു ഐഡിയയും കിട്ടുന്നില്ലോ ആന്റപ്പേട്ട. അന്നാ പാലാക്കാരൻ ഇവിടെ നിന്ന് പോയ പിന്നെ ആകെപ്പാടൊരു വശപ്പിശക്ക് മണക്കുന്നുണ്ട്. അല്ല പൗലോസേ? അത് ശരിയാ. ആന്റപ്പേട്ടൻ പറഞ്ഞതുപോലെ എന്തോ വശപ്പശ ഉണ്ട്. ആ എന്തായാലും കണ്ടറിയാം. അയ്യോ, ആന്റപ്പൻ! ആന്റപ്പൻ! ബാഗ്.
ഇത് എവിടെ പോയതായിരിക്കും? അച്ഛാ, കയറി വാ. ആ, നീയായിരുന്നു. ഞാനിപ്പോ തന്നെ താഴേക്ക് വരുമായിരുന്നല്ലോ. നീ എന്തിനാ ചുമ്മാ ഇങ്ങോട്ട് കയറി വന്നേ? ആ സാരല്ല, ഇതൊരു എക്സസൈസ് ആയിട്ട് ഞാനങ്ങ് കൂട്ടിക്കോളാം. ആ, അച്ഛൻ കഴിച്ചിട്ടല്ലേ പോകത്തുള്ളൂ? അത്രേ ഉള്ളൂ. ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പൊ തന്നെ താഴേക്ക് വന്നേക്കാം. ആ രോഹി അവിടെ വെയിറ്റിംഗാ. ഇന്നും എന്റെ കൂടെ അവൻ വരുന്നേ. അവന്റെ ബൈക്ക് ശരിയായി കിട്ടിയില്ലേ? ഇല്ലെന്നേ, 2 ദിവസം കൂടി എടുക്കും. ശരി ശരി, ഉം. ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞേക്ക്. ഉം. ആ ആ ദേ, ചായ കുടിക്കാൻ മറക്കല്ലേ. ഓ, കുടിച്ചോളാം. ഹലോ, ബാലേന്ദ്രൻ ഹിയർ. ഹലോ മിസ്റ്റർ ബാലേന്ദ്രൻ, ദിസ് ഇസ് സ്റ്റാൻലി ജോസഫ്. ആ, ഹലോ മിസ്റ്റർ സ്റ്റാൻലി ജോസഫ്, പറയൂ. ആർ യു ഫ്രീ നൗ? സംസാരിക്കുന്നതിന് അസൗകര്യമുണ്ടോ? ഫ്രീ ആണ്, പറഞ്ഞോളൂ. എനിക്ക് ബാലചന്ദ്രനൊന്ന് നേരിട്ട് കാണണം. ബുദ്ധിമുട്ടാവോ? എനിക്കൊരു അസൗകര്യമില്ല. എപ്പോഴാ വരുന്നേ? ഐ ആം ഓൺ ദ വേ. ഒരു ഹാഫ് ആൻ അവറിൽ പാലായിലെത്തും. ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ വിളിച്ചു പറയേണ്ടതായിരുന്നു. ഫോർ ദാറ്റ് ഐ ആം സോറി. ഐ ഷുഡ് ഹാവ് ഷോൺ യുവർ കോട്ടസി. ഏയ്, അങ്ങനത്തെ ഔപചാരികതയൊന്നും വേണ്ട. ഞാനും ഒരു മുന്നറിയിപ്പോടു കൂടിയല്ലോ താങ്കളെ കാണാൻ വന്നത്. പിന്നെ നമ്മൾ തമ്മിലുള്ള കണ്ടുമുട്ടലുകൾക്ക് ഔപചാരികതയുടെ മേമ്പൊടി ആവശ്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. ദാറ്റ്സ് ഗുഡ്. എൻ്റെ കടയിലേക്കാണോ അതോ വേറെ എവിടെയെങ്കിലും വെച്ച് മീറ്റ് ചെയ്യണോ? ഞാനിവിടെ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ വെച്ച് മീറ്റ് ചെയ്യാം. ഹോട്ടലിൽ എത്തിയിട്ട് ഞാൻ ഡീറ്റെയിൽസ് പറയാം. ശരി, താങ്കൾ എത്തിയിട്ട് ഇൻഫോം ചെയ്യൂ. ഞാനപ്പോൾ അങ്ങോട്ട് വന്നേക്കാം. ഓക്കെ then. See you soon, മിസ്റ്റർ ബാലചന്ദ്രൻ. ആ, ഓക്കെ, സീ യു. അവന്റെ ഏത് ഫ്രണ്ടാ വന്നു എന്ന് പറഞ്ഞേ? ക്ലാസ്മേറ്റ് ആണെന്നാ പറഞ്ഞേ. ഞാൻ അച്ഛൻ കൊണ്ടുപോകുന്ന പറഞ്ഞായിരുന്നു. അപ്പോഴാ ഫ്രണ്ട് വിളിച്ചേ. അപ്പൊ തന്നെ ചാടിപ്പോയി. ആ, ശരി എന്നാ, ഞാൻ ഇറങ്ങിക്കോ. അച്ഛാ, അച്ഛൻ ഓക്കെ ആണോ? അച്ഛൻ എന്തോ ഒരു ടെൻഷനുള്ള പോലെ. അതെന്താണ് നീ അങ്ങനെ ചോദിച്ചേ? ഞാൻ ഓക്കെ ആണല്ലോ, നോ ടെൻഷൻ. നോ ടെൻഷൻ ആയിരുന്നു ഞാൻ ചായ തന്നിട്ട് പോരുന്നവരെ. അത് കഴിഞ്ഞിട്ട് എന്തോ പറ്റി. കഴിച്ചോണ്ടിരുന്നപ്പോഴും അച്ഛനൊന്നും മിണ്ടിയില്ല.
അത് ഞാൻ കടയിൽ എന്തോ ഒരു കാര്യം ആലോചിച്ചുകൊണ്ടിരുന്നതായിരിക്കും. ആ ആയിരിക്കും. അച്ഛൻ അങ്ങനെ കടയിലെ കാര്യങ്ങൾ വീട്ടിൽ കൊണ്ടുവരുന്ന ആളല്ലല്ലോ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ഏയ്, നിനക്കിത് വിശ്വാസമായില്ലല്ലേ? ഇല്ല. ആ, ഇപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഇനി ലേറ്റായി ശരിയാവത്തില്ല. നിന്നെ വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാൻ പിന്നീട് ആലോചിക്കാം. ഹലോ ബാലചന്ദ്രൻ, സ്റ്റാൻലി ഹിയർ. ആ, മനസ്സിലായി. എത്തിയോ? യെസ്, ഹോട്ടൽ നാഷണൽ. യു നോ ദ പ്ലേസ്? അറിയാം. എന്റെ സുഹൃത്തിന്റെ റൂം നമ്പർ? റൂം നമ്പർ 112. ആ, ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ, പ്ലീസ് കം. ഐ വിൽ ബി വെയിറ്റിംഗ്. ആ, ശരി. അച്ഛാ, എന്തു പറ്റി? അത് ഞാൻ എന്തോ മറന്നതുപോലെ. എന്താ അച്ഛാ? എന്താണെന്ന് ഓർക്കുന്നില്ല. നീ എന്റെ റൂം ലോക്കാണോ നോക്കി? അതിനച്ഛൻ റൂം ലോക്ക് ചെയ്യാറില്ലല്ലോ. ആ, അതാണ് ഞാൻ പറഞ്ഞേ, ഒന്ന് നോക്കാൻ. ലോക്ക് ചെയ്തിട്ട് കീ എവിടെ വെച്ചു? ഒന്ന് നോക്കി. ആ ശരി അച്ഛാ. ഹലോ ബാലേട്ടാ. താൻ ഇറങ്ങിയോ? ഇപ്പൊ ഇറങ്ങും ബാലേട്ടാ, ഒരു 10 മിനിറ്റ്. വേഗം ഇറങ്ങണം കേട്ടോ, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്നാ പിന്നെ ഒരു 5 മിനിറ്റ് ഇറങ്ങും ബാലേട്ടാ. ശരി, പെട്ടെന്ന് വരണം. ആ ശരി ബാലേട്ടാ. എങ്ങോട്ടാ? വച്ചോ. പോയോ? ഇന്നിതെന്ത് പറ്റി? പിടിക്ക്, അലീനയാ. അമ്പടി കേമി, ഇപ്പോഴാണോ വിളിക്കുന്നേ? കൊള്ളാലോ. ഹലോ ഹലോ കള്ളിപ്പെണ്ണെ, എന്തോ? നീ എന്തെടുക്കുവാ പൂജ കുഞ്ഞെ? ഞാൻ പഠിക്കുവായിരുന്നേ. ഒച്ചടി, നീ പഠിക്കുവായിരുന്നോ? ഞാൻ വിളിച്ച് ശല്യപ്പെടുത്തിയോ? ഒന്ന് പോ ചേച്ചി, എനിക്ക് നാണം വരുന്നു. അമ്മ ഇവിടെ നോക്കി നിക്കുവാ. അമ്മ കാണട്ടെ ഞാൻ ഈ കള്ളിപ്പെണ്ണിനെ എങ്ങനെയാ കൊഞ്ചിച്ച് കൊണ്ടു കിടക്കുന്നേന്ന്. ഓ, വലിയ വർത്താനൊന്നും പറയണ്ട കേട്ടോ. എത്ര ദിവസമായി എന്നെ ഒന്ന് വിളിച്ചിട്ട്? എത്ര ദിവസമായിടി? പറ, എത്ര ദിവസമായി? ഇന്നലെ വിളിച്ചോ? ഇല്ല. മെനങ്ങാന്ന് വിളിച്ചോ? എന്നിട്ടോ? എടി മിന്നാ മിനിങ്ങേ, മഞ്ഞത്തുമ്പി, ഇരട്ടക്കണ്ണി, ഒറ്റ തലച്ചി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടല്ലേടി പോയത് ഞങ്ങളൊരു യാത്ര പോവാന്ന്. 2 ദിവസം ബിസി ആയിരിക്കും, തിരിച്ചു വന്നിട്ടേ വിളിക്കത്തുള്ളൂന്ന്. എന്നിട്ട് നീ ഇപ്പൊ പരാതി പറയുന്നു. ഇപ്പൊ എത്ര ദിവസമായെന്ന് പറ. എന്നാ തിരിച്ചു വന്നേ? ഇന്നലെയാണോ? അല്ലല്ലോ, മെനങ്ങാന്നാണോ? അതിനു മുമ്പേ വന്നില്ലേ? ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ഇവിടെ നീ സ്പൈ വർക്കിന് ആളെ വെച്ചിട്ടുണ്ടോ? മൈൻഡ് റീഡിംഗ് എന്ന് പറയൂ ഇതിന്. ചേച്ചിയുടെ മനസ്സ് എനിക്ക് വായിക്കാൻ പറ്റും. ഓ, ഭയങ്കരം തന്നെ, സമ്മതിച്ചു. നിന്റെ എക്സാം തുടങ്ങിയോടി? നാളെ തുടങ്ങും. നല്ലപോലെ പഠിച്ചോ? പഠിച്ചോണ്ടിരിക്കുവാ. ഹാപ്പിയാണോ നീ?
അതെ, ചേച്ചി ഹാപ്പിയാണോ? ഞാനും ഹാപ്പിയാ. എന്നോട് ഇഷ്ടല്ലേ? അതെയല്ലോ. ഒത്തിരി ഇഷ്ടല്ലേ? അതേടി, നീ എന്റെ പൂച്ച കുഞ്ഞല്ലേ. ചേച്ചി വിളിച്ചില്ലെങ്കിൽ എനിക്ക് സങ്കടവും. അതല്ലേ ഞാൻ നിന്നെ വിളിച്ചത്. എനിക്കറിയാം. ചേച്ചി ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് അത് വേണ്ടെന്ന് വെച്ചോ? ആ, പോണം. വേണ്ടെന്നേ, പോവണ്ട. അത് ഓർക്കുമ്പോ തന്നെ ഭയങ്കര വിഷമം വരുവാ. സാരമില്ലടി മോളെ, എവിടെ പോയാലും ഞാൻ നിന്നെ കാണാൻ വരും. നാളെ വരും എന്നെ കാണാൻ? അയ്യോടി, നാളെ വരാൻ പറ്റത്തില്ല. പിള്ളേർക്ക് എക്സാം തുടങ്ങുക. ഞാൻ അടുത്ത ആഴ്ച വരാം. വരണേ, ഉറപ്പായിട്ടും വരണേ. വരാന്നേ. അമ്മ അവിടെ നിക്കുന്നുണ്ടോ? ആ ഉണ്ട്. അമ്മയ്ക്കെന്നാ ഫോൺ കൊടുത്തേ. എന്നോട് പറഞ്ഞു തീർന്നോ? ഈ പെണ്ണിന്റെ ഒരു കാര്യം നീ കൊടുക്ക്. ഹലോ. അമ്മേ, അവളെ ഹാപ്പി അല്ലേ? അതെ. അവള് കഴിക്കുന്നൊക്കെ ഉണ്ടോ? കുറവാ, എന്നാലും കഴിക്കുന്നുണ്ട്. അവളുടെ എല്ലാ കാര്യവും ശ്രദ്ധിക്കണേ. അവളുടെ കൂടെ നിൽക്കണം.